ഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇങ്ങനൊരു സംഗമം വിളിച്ചുകൂട്ടാൻ ഉദ്ദേശിക്കുകയും ദിവസങ്ങളായി അതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നല്ല പ്രവർത്തനമാണ് അവര് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹല്ലിലെ 3-4 ഭാഗങ്ങളിൽ വീട് വീടാന്തരം കയറി ആദ്യമൊന്ന് ക്ഷണിച്ചു, വരവ് ഉറപ്പുവരുത്തി, എന്നിട്ട് ആ ലിസ്റ്റ് വാങ്ങി ആ ഒരു പ്രവർത്തനം. അതോടൊപ്പം ഈ ഒരു വേദി പൂർണ്ണമാകുമ്പോൾ ഏകദേശം 1 രൂപന്റെ അടുത്ത് ചെലവ് വരും. അല്ലാഹു തആല അതിലേക്ക് സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ. ഞാൻ നീട്ടി പരത്തി ഒന്നും പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഇബ്നു ഉമർ തങ്ങൾ പറയാണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി. നിങ്ങളെല്ലാവരും ഭരിക്കുന്നവരാണ്, ഭരണകർത്താക്കളാണ്. നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് ഹദീസ് വീണ്ടും അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, വൽ ഇമാമു റായിൻ. ഇമാമ് റായിയാണ്. ഇസ്ലാമിക ഭരണപ്രദേശത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവിടുത്തെ ഭരണകർത്താവ്. നമ്മുടെ നാട്ടിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ആ നാട്ടിൽ ഇമാമത്ത് നിൽക്കുന്ന, ഖുത്ബോതുന്ന, ഖാദിയായി നിൽക്കുന്ന ആൾ, അവര് റായിൻ, ഭരണകർത്താവാണ്. വ മസ്ഊലുൻ അൻ റഇയത്തിഹി, അവന്റെ ഭരണീയരെ സംബന്ധിച്ച്. അപ്പൊ ഒരു ഖത്തീബിനെ സംബന്ധിച്ചിടത്തോളം, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. പള്ളിയിൽ വരുന്ന പ്രായമുള്ളവരെ സംബന്ധിച്ചും ഒക്കെയുള്ളൊരു ചോദ്യം ആ ഖത്തീബിനോട് അല്ലെങ്കിൽ ആ ഇമാമിനോട് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. വറജുൽ റായിൻ ഫി അഹ്ലിഹി. ഒരു പുരുഷൻ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു രക്ഷിതാവ്, ഒരു പിതാവ്, അദ്ദേഹം തന്റെ കുടുംബത്തിലെ ഭരണീയനാണ്. ആ കുടുംബം ഭരിക്കുന്നത് പിതാവാണ്. അവന്റെ ഭരണീയരെ സംബന്ധിച്ചും ചോദ്യം ചെയ്യും, ഭാര്യയെ സംബന്ധിച്ചും മക്കളെ സംബന്ധിച്ചൊക്കെ. വൽമർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വ വലദിഹി. വീണ്ടും പറയുന്നു, വൽമർഅതു, ആ പുരുഷന്റെ ഭാര്യ, ആ പിതാവിന്റെ ഭാര്യ, ആ ഭാര്യ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടവളാണ്. അത് മാത്രം നോക്കിയാൽ പോരാ. വ വലദിഹി, ഒരു ഹദീസിൽ അങ്ങനെ കാണുന്നു, പല ഹദീസുകളിലും വ്യത്യസ്ത രൂപത്തിലാ കാണുന്നത്. ഒരു ഹദീസിൽ കാണുന്നു വലദിഹി, മക്കളെ സംബന്ധിച്ചും ചോദ്യമുണ്ട്. ഈ ഭർത്താവിന്റെ മക്കളെ സംബന്ധിച്ചും ഭാര്യയോട് ചോദ്യമുണ്ട്. അത് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഭർത്താവ് അന്നം തേടി വിവിധ ദിക്കുകളിൽ സഞ്ചരിക്കുകയാണ്.
ആഴ്ചയിലോ മാസത്തിലോ 2 വർഷം കൂടുമ്പോൾ വീട്ടിലേക്ക് അണയുന്നവൻ, നാട്ടിൽ ജോലിയുള്ളവൻ, അർദ്ധരാത്രി 7 മണി 8 മണിക്ക് വന്ന് രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് വീണ്ടും പണിക്ക് പോകുന്നവൻ, ഇവന് മക്കളെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് റസൂൽ പറയുന്നു, അവന്റെ മക്കളെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. ആ പെണ്ണിന്റെ ഭരണീയരായ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ചും ആ കുടുംബത്തെ മൊത്തത്തിലും ചോദ്യം ഭാര്യയോടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണുന്നു, വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി. ഖാദിം, ജോലിക്ക് വേണ്ടി വിളിച്ചവൻ, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പഴയ കാലത്ത് 8 മണിക്ക് ജോലിക്കിറങ്ങി 5 മണി വരെ ജോലി ചെയ്തിരുന്ന ഒരു കാലം. ആ കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി അരമണിക്കൂർ എടുത്തെങ്കിൽ എടുത്തു. അതിൻ്റെ ഇടയിൽ വേറെ വിശ്രമമില്ല. അതിനു മുമ്പ് 6 മണി വരെ ജോലി ചെയ്ത് 7 മണിക്ക് തുടങ്ങി 6 മണി വരെ, 8 മണിക്ക് തുടങ്ങി 5 മണി വരെ. അത് കുറെ കാലം തുടർന്നു പോന്നു. ഇപ്പോഴുള്ള അവസ്ഥ എന്ത് എന്നതിനെ കുറിച്ച് ജോലിക്ക് വിളിക്കുന്ന നമുക്കറിയാം. 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെയാണ് ഉച്ചക്കുള്ള വിശ്രമം. വരുന്ന മുഴുവൻ ഫോണുകളും അറ്റൻഡ് ചെയ്യാണ്. ആ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ജോലിക്ക് വിളിച്ച സയ്യിദിന്റെ, ആ മുതലാളിയുടെ, ജോലിക്ക് വേണ്ടി വിളിച്ച ആ മനുഷ്യന്റെ സമയമാണ് കവർന്നെടുക്കുന്നത്. വൽ ഖാദിമു, ജോലി ചെയ്യുന്നവൻ, പരിചരണം നടത്തുന്നവൻ, സേവനം ചെയ്യുന്നവൻ, റായിൻ ഫീ മാലി സയ്യിദിഹി, തന്റെ സയ്യിദിന്റെ, എവിടെയാണോ അവൻ ജോലി ചെയ്യുന്നത് അവന്റെ സമ്പത്തിന് ഉത്തരം പറയേണ്ടി വരും. ജോലി പൂർണ്ണമായി എടുത്തോ? ഒരു മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കൂർ ജോലി ഏറ്റെടുത്തില്ല, 2 മണിക്കൂർ ജോലി ചെയ്തേ പറ്റൂ. അതിനിടയിൽ മറ്റു വേലകളില്ല, ഫോൺ എടുക്കലില്ല, മറ്റു സംസാരങ്ങളില്ല. ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾ വല്ലതും വന്നാൽ സദറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാതെ, ഉസ്താദിനെ കണ്ട് കാര്യങ്ങൾ, നാട്ടിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സമയം കവർന്നെടുത്താൽ ഈ ഒരു കുട്ടിക്ക് മാത്രമല്ല, ആ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികളുടെയും 5-10 മിനിറ്റ് കവർന്നെടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ജോലി ചെയ്യുന്നവർ, സേവനം ചെയ്യുന്നവർ, താൻ ആർക്കാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെ വേണ്ടതുപോലെ പരിഗണിക്കണം, സമയം മാനിക്കണം, ഗൗനിക്കണം. എന്നിങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, മസ്ഊലൻ റഇയതിഹി, അവന്റെ ഭരണീയരെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് ഹദീസ് അവസാനിപ്പിക്കുന്നത്, വകുല്ലുക്കും റാഇൻ വമസ്ഊലൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്. ഞാൻ ഉത്തരവാദി എന്നാണല്ലോ ഇന്നത്തെ വിഷയം. ഞാൻ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാണ്. ഇവിടെ കൂടി നിങ്ങളെല്ലാവരും ഉത്തരവാദിയാണ്. ഭാര്യ ഉത്തരവാദിയാണ്, ഭർത്താവ് ഉത്തരവാദിയാണ്, രക്ഷിതാവ് ഉത്തരവാദിയാണ്, സദുർസ്താദ് ഉത്തരവാദിയാണ്, മുഅല്ലിം ഉത്തരവാദിയാണ്, ജോലിക്ക് വേണ്ടി പോകുന്നവൻ ഉത്തരവാദിയാണ്, പീഡയിൽ ജോലിക്ക് നിർത്തിയവൻ ഉത്തരവാദിയാണ്. മുതലാളിയുടേത് 1 അണുമണി തൂക്കം പോലും എടുക്കാൻ പാടില്ല, സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല, കവർ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി നാം ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളെ കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യുന്ന സമയം വരാനുണ്ട്. ഇവിടെ ഒരു പക്ഷേ നമുക്ക് മുമ്പൊരു ആള് പറഞ്ഞതുപോലെ, ഞാനെന്നും തന്റെ കഫീലിനോട് പറഞ്ഞിട്ടാണ് എടുക്കാറുള്ളത്. എങ്ങനെ പറയാറുള്ളത്? 50 റിയാൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയും മലയാളത്തിൽ. അയാൾക്ക് തിരിയില്ല. ഇയാൾ പറഞ്ഞത് ഞാൻ 50 റിയാൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മൂപ്പരൊന്നും പറയില്ല, മൗന സമ്മതാണ്. ഈ നിലക്കുള്ള തട്ടിപ്പുകളോ അല്ലെങ്കിൽ ഉഡായിപ്പുകളോ ഒന്നും പടച്ച റബ്ബിന്റെ കോടതിയിൽ വില പോകൂല. അത് ഹക്കായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ വെച്ച കാലം മുമ്പോട്ട് വലിച്ചു വെക്കാനോ പിന്നോട്ട് പോരാനോ കഴിയാത്തൊരു രംഗം നമുക്ക് വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ആ ഒരു കോടതി നാളെയോ മറ്റന്നാളോ നമ്മിലേക്ക് വരാനിരിക്കുന്നു. അത് പൂർണ്ണമായി വിശ്വസിച്ചെങ്കിലേ അവൻ ഇസ്ലാം എന്ന ആ ഒരു തട്ടകത്തിന്റെ ഇടയിൽ നിൽക്കാൻ കഴിയൂ, അല്ലെങ്കിൽ പുറത്തു പോകാം. ഒരാളെ നിർബന്ധിച്ച് മുസ്ലിം ആക്കണമെന്നില്ല. അവർ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും, നിന്നാ മതി. ഇസ്ലാമിന്റെ തത്വം അത്രമില്ല, ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ദുർബന്ധിക്കലില്ല. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയോ? എന്നാൽ നിൽക്കാം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പകുതി ഇസ്ലാം പകുതി ഇസ്ലാം അല്ലാത്തതും ഇന്ന് നടക്കുന്നത് മുഴുക്കയും അതാണ്. പൂർണ്ണമായി കഴിവിന്റെ പരമാവധി ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാലോ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ആ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളിൽ നമ്മൾ പിന്മാറിയാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഒരു ബോധ്യം, ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ നാമുമായി ബന്ധപ്പെട്ട എന്റെ മഹല്ലി എന്ന നിലക്ക് ഇവിടെ വരുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം നാം ഓരോരുത്തരും നമ്മുടെ വീട്,
ആ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. സൽക്കാരം നടക്കാറുണ്ട്, മുടികളയൽ നടക്കാറുണ്ട്, കല്യാണം നടക്കാറുണ്ട്, അതുപോലെ കുടുംബ സംഗമം നടക്കാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. നടക്കേണ്ടത് തന്നെയാണ്. സൽക്കാരം നടക്കണം, മുടികളയൽ നടക്കണം, കല്യാണം നടക്കണം, കുടുംബ സംഗമം നടക്കണം. ഇതൊക്കെ നടക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആ സംഗതികളൊക്കെ നടക്കുമ്പോൾ ഈ ചെയ്യുന്നതിൽ നിന്ന് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇഷ്ടപ്പെടാത്തത് വല്ലതും എന്നിലുണ്ടോ, എന്റെ കുടുംബത്തിലുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം പിതാവായ എനിക്കുണ്ട്, മാതാവായ ഉമ്മാക്കുണ്ട്. ഇവർ രണ്ടാളും കണിശമായ വിഷയത്തിൽ ഇടപെട്ട് ചെയ്യാതിരുന്നാൽ രണ്ടുപേരും റബ്ബിന്റെ കോടതിയിൽ പരാജയപ്പെട്ടു പോകും. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വീട്ടിൽ നടക്കുന്ന സൽക്കാരങ്ങൾ, ആ സൽക്കാരങ്ങളിലേക്ക് വ്യത്യസ്തങ്ങളായ ആളുകൾ വരും. ആ ആളുകൾക്കൊക്കെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട, കല്യാണം എന്നത് സുന്നത്താണ്. ആ സുന്നത്തായ ഒരു കർമ്മം നാം ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരുപാട് ഹറാമു വന്നാൽ അതുകൊണ്ട് നാം ഉദ്ദേശിച്ച ഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയൂല. കുടുംബ സംഗമം, ഒരു കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി, ആ പരിപാടിയിലും നാം പരസ്പരം കാണാൻ പറ്റുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നടത്തിയാൽ അതുകൊണ്ട് നേടിയെടുക്കുന്ന നേട്ടങ്ങൾ നേടാൻ കഴിയൂല. ഇങ്ങനെ നാം ഒരുമിച്ച് കൂടുന്ന വിഷയങ്ങളിലൊക്കെ നാം കഴിവിന്റെ പരമാവധി നാം ശ്രദ്ധിക്കണം. അതുപോലെ മതനിരാസം, ഒരു ഭാഗത്ത് മതത്തോട് തീരെ താല്പര്യമില്ലാത്തൊരു വിഭാഗം വളർന്നു വരുന്നു. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ കടന്നുകയറ്റം, ആ കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ വന്നുകൊണ്ട് ഈ ആശയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ആളെ കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അവർ മറ്റു പല വിധേനയും കുടുംബങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ, അങ്ങനെ രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെ, ഇങ്ങനെ ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളിലൂടെ ബിദ്അത്ത് തിരുകി കയറ്റാൻ വേണ്ടി ശ്രമം നടക്കുന്നു. ഈ ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ, അനാചാരങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കേണ്ടതും അതിനെതിരെ നമുക്ക് നടത്താൻ കഴിയുന്ന നിലക്കുള്ള ആ എതിർപ്പ് നാം നമ്മിൽ നടത്താതിരുന്നാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഞാൻ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കാണാൻ പറ്റുന്നത് ആരൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ കുടുംബസംഗമം നടക്കുന്നു. എന്റെ ചെറുകുന്നത്ത് എന്ന് പറഞ്ഞ എല്ലാവരും എനിക്ക് കാണാൻ പറ്റുമോ? ചെറുകുന്നത്ത് കുടുംബത്തിൽപ്പെട്ടവരെ എല്ലാവരും, CK കുടുംബത്തിൽപ്പെട്ടവരെ എല്ലാവരും എനിക്ക് കാണാൻ പറ്റൂല. ആരെയൊക്കെ കാണാൻ പറ്റും എന്നതിനെ കുറിച്ച് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 18, 7, 7, 14, 4, 18 പെണ്ണുങ്ങളെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ 7, 7, 14, 4, 18 പുരുഷന്മാരെയാണ് ഒരു പെണ്ണിനെ കാണാൻ പറ്റുന്നത്. ഒരു പെണ്ണിന് കാണാൻ പറ്റുന്നത് 18 പുരുഷന്മാരെയാണ്. ഒരു പുരുഷന് കാണാൻ പറ്റുന്നത് 18 വകുപ്പിൽപ്പെട്ട സ്ത്രീകളെയാണ്. പെട്ടെന്നൊന്ന് വായിച്ചു പോവുകയാണ്. തറവാടുപരമായി സ്ത്രീകളിൽ നിന്നും ഹറാമുള്ള സ്ത്രീകൾ ആരൊക്കെയാണ്? തറവാടുപരമായി ഹറാമുള്ളത് ഒന്ന് ഉമ്മയാണ്. ഉമ്മയെ കാണൽ അനുവദനീയമാണ്. അത് വിവാഹബന്ധം ഹറാമാണ്. ഉമ്മ, അതുപോലെ വല്യുമ്മ, അത് ബാപ്പയുടെ ഉമ്മയാവട്ടെ ഉമ്മയുടെ ഉമ്മയാവട്ടെ, അങ്ങനെ എത്ര മുകളിലുള്ള ഉമ്മയാണെങ്കിലും വല്യുമ്മയാണെങ്കിലും ആ വല്യുമ്മയെ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഉമ്മ വകുപ്പിൽപ്പെട്ട് ഈ ഒരു സ്ത്രീ എനിക്ക് കാണാൻ പറ്റും. അതുപോലെ മകൾ എനിക്ക് കാണാം, എന്റെ മകന്റെ മകളെ കാണാം, എന്റെ മകളുടെ മകളെ കാണാം. അതിടത്ത് താഴോട്ട് പോയാലും മകന്റെ മകളുണ്ട്, അവളെ എനിക്ക് കാണാം. മകളുടെ മകളുണ്ട്, അവളെ എനിക്ക് കാണാം. അവളെ കല്യാണം കഴിക്കാൻ പാടില്ല, തൊട്ടാൽ വുളു മുറിയൂല. അപ്പൊ ഒന്ന് ഉമ്മ, 2 മകൾ, മറ്റൊന്ന് സഹോദരി. സഹോദരി എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരിയെ കാണാം, ബാപ്പ ഒത്ത സഹോദരിയെ കാണാം, ഉമ്മ ഒത്ത സഹോദരിയെ കാണാം. ആ നിലക്കുള്ള സഹോദരിമാരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പെങ്ങള് അല്ലെ, എന്റെ പെങ്ങളെ കാണാം, ഉമ്മയും ബാപ്പയും ഒത്ത പെങ്ങളെ കാണാം, ബാപ്പ ഒത്ത പെങ്ങളെ കാണാം, ഉമ്മ മാത്രം ഒത്ത പെങ്ങളെ കാണാം. ഈ നിലക്കുള്ള സഹോദരിമാരെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അമ്മത്ത് എന്ന് പറഞ്ഞാൽ അമ്മായി, അത് ബാപ്പയുടെ സഹോദരി, ബാപ്പയുടെ പെങ്ങളെ കാണാം, വല്യപ്പാന്റെ പെങ്ങളെ കാണാം. ആ നിലയ്ക്ക് ബാപ്പയുടെയും വല്യപ്പയുടെയും അതങ്ങനെ എത്ര മേലോട്ടാണെങ്കിലും ആ അമ്മായികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ 4, 5 ഖാലത്ത് എന്ന് പറഞ്ഞാൽ പിതൃ സഹോദരി, ഉമ്മയുടെ സഹോദരി, വല്യുമ്മയുടെ സഹോദരി.
ആ വല്യമ്മയുടെ സഹോദരിയെയും ഉമ്മയുടെ സഹോദരിയും എളാമ മൂത്തമ്മ എന്ന് പറയുന്ന ആ വകുപ്പിൽപ്പെട്ട വല്യമ്മാന്റെ അഞ്ചത്തി ജ്യേഷ്ഠത്തി ആ വകുപ്പിൽപ്പെട്ട അവരെയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആറാമത്ത് ബിന്തുൽ അഖ്, സഹോദരന്റെ മകൾ, തന്റെ സഹോദരന്റെ മകളെ കാണാം. അതുപോലെ തന്റെ സഹോദരന്റെ മകന്റെ മകളെ കാണാം. അത് ഏത് രൂപത്തിലാണെങ്കിലും, ഉമ്മത്തതാണെങ്കിലും ബാപ്പൊത്തതാണെങ്കിലും സഹോദരന്റെ മകളെ കാണാം. അതുപോലെ സഹോദരി മകളെയും കാണാം. ഇങ്ങനെ 7 ആളുകൾ. ഒന്നുകൂടി പറയാം, ഉമ്മനെ കാണാം, ഉമ്മ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും, മകളെ കാണാം, മകളെ മകള്, മകന്റെ മകള്, സഹോദരിയെ കാണാം, അമ്മായിയെ കാണാം, എളാമ മൂത്തമ്മയെ കാണാം, സഹോദരന്റെ മകളെ കാണാം, സഹോദരിയുടെ മകളെ കാണാം. ഇങ്ങനെയാണ് തറവാടുപരമായി നമുക്ക് കാണൽ അനുവദിക്കപ്പെട്ട, കല്യാണം കഴിക്കാൻ പറ്റാത്ത 7 സ്ത്രീകൾ ഇവരെയാണ്. ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ആ വകുപ്പിൽ കാണാൻ പറ്റാത്തതാണ്. നമുക്ക് പലപ്പോഴും കല്യാണം, എളാമന്റെ മകളെ കാണാൻ പറ്റുമോ? എളാമന്റെ മകളെ കാണാൻ പറ്റൂല. എളാമന്റെ മകളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും, മൂത്തമ്മന്റെ മകളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും, അവളെ കാണാൻ പറ്റൂല. അത് കുടുംബത്തിൽപ്പെട്ടതാണല്ലോ. കുടുംബ സംഗമം കൂടുമ്പോൾ നാം അവരൊന്നിച്ച് സ്വന്തം സഹോദരിയെ പോലെ ഒപ്പം ഇരിക്കാൻ പറ്റോ, തൊടാൻ പറ്റോ? കടുത്ത ഹറാമാണ്. കല്യാണം നടക്കുമ്പോ, സൽക്കാരം നടക്കുമ്പോ, കുടുംബ സംഗമം നടക്കുമ്പോ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അറിയാതെ വരുന്ന ഒരുപാട് തെറ്റുകൾ നാം മലബാറുകാർ, നാം നാടന്മാർ, നമ്മുടെ വീടുകളിലൊക്കെ ആ നിലക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂട്ടുകാരോട്, എന്റെ രക്ഷിതാക്കളോട്, എന്റെ സ്നേഹം നിധികളായ സഹോദരിമാരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്ന കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചു മരണപ്പെട്ടു പോയ വലിയ വലിയ ഉസ്താദുമാരുടെ വീടുകളിൽ 18-15 വയസ്സായാൽ പെണ്ണുങ്ങളുടെ ആ ഭാഗത്തേക്ക് പോകാൻ വിലക്കുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. അത് പണ്ഡിതന്മാരുടെ വീടുകളിൽ മാത്രം. അല്ലാത്ത വീടുകളിലൊക്കെ ഇങ്ങനെ കാണുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എളാമന്റെ മകളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പെങ്ങളല്ലേ, കണ്ടൂടെ? മൂത്തമ്മന്റെ മകളെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അത് കണ്ടൂടെ, പെങ്ങളല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ ഹറാമ് ചെയ്യുന്നവരാണ് നമ്മിൽ പലരും എന്ന് നാം ശ്രദ്ധിക്കണം. ഇത് തന്നെ ഹറാമാണെങ്കിൽ അപ്പുറത്തുള്ളവന്റെ ഭാര്യ, അപ്പുറത്തുള്ളവന്റെ മകള്, അപ്പുറത്തുള്ളവന്റെ പെങ്ങള്, അവരെ നാം കാണുന്നതിന്റെ വിധി എന്താണ് എന്നതിനെ കുറിച്ച് നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ 7 ആളുകൾ കഴിഞ്ഞാൽ പിന്നെ മുലകുടി ബന്ധത്തിലൂടെ ഹറാമുള്ളത് അത് വളരെ കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെ മുല കുടിച്ച ആളുകൾ വളരെ കുറവാണ്. 2 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഒരു സ്ത്രീയുടെ മുല 5 പ്രാവശ്യങ്ങളിലായി കുടിച്ചാൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടുമെന്നാണ്. 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാവണം. അത് 5 പ്രാവശ്യമാകണം. അങ്ങനെ 5 പ്രാവശ്യം 2 വയസ്സ് പൂർത്തിയാകാത്തൊരു പെണ്ണിന്റെ മുല കുടിച്ച് ഒരു കുട്ടി, ആ കുട്ടി 5 പ്രാവശ്യം കുടിച്ചാൽ ആ കുട്ടിയുടെ ഉമ്മയാണ് ആ മുല കൊടുത്ത പെണ്ണ്. അങ്ങനെ ഈ പറഞ്ഞ ഈ 7 ആളുകളും ആ മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാവും. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇനി നമുക്കുള്ളത് കെട്ടുബന്ധത്തിലൂടെ 4 ആളുകളാണ്. കെട്ടുബന്ധത്തിലൂടെയുള്ള 4 ആളുകൾ അതേതാണ്? ഒന്ന് അസ്ലിന്റെ ബാപ്പയുടെ ഭാര്യ. ബാപ്പാന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ബാപ്പ 2ാമത് കല്യാണം കഴിച്ചാണ്ടാവും. സ്വന്തം ഭാര്യ, ഇത് നേരത്തെ പറഞ്ഞു പെട്ടല്ലോ, ഉമ്മ എന്ന് പറഞ്ഞതിൽപ്പെട്ടു. സ്വന്തം ബാപ്പ കല്യാണം കഴിച്ച ഒരു ഭാര്യ 2ാമത് കല്യാണം കഴിച്ചു. ആ ഭാര്യയെ നമുക്ക് കാണാം, തൊടാം. അവിടെ കല്യാണം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മക്കളുടെ ഭാര്യയും നമുക്ക് തൊടാം. അവരെ പിന്നെ തൊട്ടാൽ വുളൂമുറിയില്ല, അവരെ നമുക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അതുപോലെ അസ്ലു സൗജത്തിന്റെ അസ്ല് അത് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഉമ്മ, ആ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മ തുടങ്ങി ആ വകുപ്പിൽപ്പെട്ടവർ. അതാണ് 3ാമത്തത്. 4ാമത്തത് ഭാര്യയുടെ മകൻ, ഭാര്യക്ക് നേരത്തെ കല്യാണം കഴിച്ച ഒരു മകളുണ്ടായിരുന്നു. ആ മകളെ എനിക്ക് തൊടാം, എനിക്ക് കാണാം, അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷേ ഈ 4ൽ നിന്ന് 4ാമത്തെ ഈ പറഞ്ഞ ഭാര്യക്ക് ആദ്യത്തെ കല്യാണത്തിനുണ്ടായ കുട്ടിയെ, ആ പെൺകുട്ടിയെ എനിക്ക് കാണാനും തൊടാനും പറ്റുന്നത് എപ്പോഴാണ്? അത് പറ്റുന്നത് ഈ ലാ തഹറുമു ഇല്ലാ ബിൽ വത്ഇ, ഈ ഭാര്യയുമായി ഇദ്ദേഹം ലൈംഗികമായി ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ അവൾ ഹറാമാവുള്ളൂ, അല്ലെങ്കിൽ ഹറാമാവൂല. എന്ന് പറഞ്ഞാൽ ഞാനൊരു കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ച പെണ്ണിനെ, നേരത്തെ ഒരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിനെ എനിക്ക് കാണാനും തൊടാനും പറ്റുന്നത് എപ്പോഴാണ്? ഇവളുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ കാണാൻ തൊടാനും പറ്റുള്ളൂ. അതിന്റെ മുമ്പ് ഒഴിവാക്കിയാൽ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റും.
അപ്പൊ ഇങ്ങനെ വളരെ കുറഞ്ഞ ആളുകൾ, 18 ആളുകൾ, 18-ൽ 14 ആളുകൾ, 7ഉം 4ഉം 11 ആളുകൾ മാത്രമാണ് നമ്മുടെ നാടുകളിൽ സുലഭമായി നമുക്ക് കിട്ടുന്ന ഹറാമായ ആളുകൾ. ഇതിനപ്പുറത്തുള്ള ആരൊക്കെയുണ്ടോ ആ ആളുകളൊക്കെ നമുക്ക് ഹറാമാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. തൊട്ടാ വുളു മുറിയും, കാണൽ ഹറാമാണ്. ഈ ഒരു നിയമമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ നടത്തും കല്യാണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വീട്ടിൽ നടത്തുന്ന ഓരോ പരിപാടി, ഇപ്പൊ മുടികളയിൽ ഇപ്പൊ എന്താ പ്രശ്നം? മുടികളയിൽ അതിന്റെ ഒരുപാട് സുന്നത്തുണ്ട്. ആ സുന്നത്തല്ല ഞാൻ പറഞ്ഞത്. സുന്നത്ത് എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിക്കുന്ന സമയത്താവണം മുടി കളയേണ്ടത്. അത് 7ന്റെ അന്നാവണം. ആ ചെയ്യാൻ പറ്റുന്ന എല്ലാ സുന്നത്തുകളും അന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ഒരാളെ കാത്തുനിന്ന് ഈ സുന്നത്തൊക്കെ അമ്മായി വന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായിനെ കാത്തുനിന്ന് 7 മണിക്ക് സൂര്യൻ ഉദിക്കുന്ന 6 മണിക്ക് സമയം നിശ്ചയിച്ചു, 6-നില്ല, 6:30-ക്കില്ല, 7-നില്ല, 9-ന് പോയി ആണ് നമ്മൾ ആ പരിപാടി ചെയ്യുന്നത്. ഈ ഒരു അമ്മായിക്ക് വേണ്ടി ആ സുന്നത്തൊക്കെ നഷ്ടപ്പെടുന്നു. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ആ സുന്നത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നതെങ്കിൽ നമ്മൾ നന്മ തിന്മകൾ തൂക്കി, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് നമ്മൾ നന്മ തിന്മകൾ തൂക്കിയപ്പോൾ ഒരു സുന്നത്തിന്റെ കുറവ് മാത്രമാണുള്ളത്. എന്റെ സഹോദരന്മാരെ, എന്റെ രക്ഷിതാക്കളെ, നമ്മൾ ഏതൊരു നന്മ കാണുമ്പോഴും ഏതൊരു തിന്മ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നന്മ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞേക്കാം എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സുന്നത്തുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. തെറ്റുകളിൽ നിന്ന് അതുപോലെ മാറി നിൽക്കും വേണം. തെറ്റുകളിൽ കഴിവിന്റെ പരമാവധി ഈ തെറ്റുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുമെന്ന് പേടി നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ചെയ്താൽ ഇതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുമെന്ന് പേടിച്ചുകൊണ്ട് അതിൽ മാറി നിൽക്കണം. ഈ സുന്നത്തുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ കല്യാണം നടത്തേണ്ടത് ശവ്വാൽ മാസത്തിലാണ്, നിക്കാഹ് നടക്കേണ്ടത് ശവ്വാൽ മാസത്തിലാണ്, അത് വെള്ളിയാഴ്ചയാണ്, അത് പള്ളിയിൽ വെച്ചാണ്, രാവിലെയാണ്. ഇതൊക്കെ എന്തായിരിക്കണം? ശവ്വാൽ മാസം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം കാത്തു നിൽക്കേണ്ടി വരും. വെള്ളിയാഴ്ച ഒരാഴ്ച കാത്തുനിന്നാൽ മതി. പള്ളിയിൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് കിട്ടും. രാവിലെ എന്നുള്ള എല്ലാ ദിവസവും കിട്ടേണ്ടതാണ്. ഇപ്പൊ ഇന്നത്തെ രാവിലെ കഴിഞ്ഞാൽ നാളെ രാവിലെ എന്ന് നമുക്ക് കാണാം. വെള്ളിയാഴ്ച ചിലപ്പം ശനിയാഴ്ച പറയുന്നതെങ്കിൽ ഏകദേശം ഒരു 6 ദിവസം കാത്തിക്കേണ്ടി വരും. ശവ്വാല് കിട്ടണമെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കണം? ഇപ്പൊ ഈ ശവ്വാലാണ് കഴിഞ്ഞാൽ പിന്നെ ശവ്വാല് കിട്ടണമെങ്കിൽ ഒരു കൊല്ലം കാത്തു നിൽക്കേണ്ടി വരും. അപ്പൊ ഒരു കല്യാണം നടക്കുമ്പോ ആ ആണിനും പെണ്ണിനും ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ ആ നമ്മൾ കർശനമായി ആ സുന്നത്ത് കിട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അല്ല, അതിപ്പോ പൊരേന്നാക്കല്ല നല്ലത്, അല്ലെ? ചർച്ചക്ക് പോകുന്ന ഞാൻ തന്നെ പറയാ, ആ പെണ്ണുങ്ങൾ ഓരോക്കെ ഉള്ളു പൊരയിലാണ്. പള്ളി നമ്മളാണ് ഒഴിവാക്കുക, പള്ളി താണ്ട് ഒഴിവാക്കിട്ട് വീട്ടിൽ നിന്ന് നടത്തുക. എന്നിട്ട് ആ സുന്നത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിലേക്ക് വെച്ച് ഏറ്റവും ചുരുങ്ങിയിരുന്ന അങ്ങനെ കല്യാണം നടക്കട്ടെ, അതിന്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ വെച്ച് ആകുക, അതൊരു രാവിലെ ആകുക എന്നൊരു ചർച്ച ചെയ്യാനൊന്നും ആളില്ല. ചർച്ച ചെയ്യാൻ ആളില്ല. പോടെ ഞാൻ എന്നെ മറ്റൊരു സപ്പോർട്ട് ചെയ്യാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. മുടി കളയുന്നിടത്ത് ഞാൻ പറഞ്ഞ സുന്നത്താണ്. അതേ സമയത്ത് മുടി കളയുമ്പോ ഭർത്താവിന്റെ പെങ്ങള് തന്നെ ആ കുട്ടിനെ പിടിച്ച് ഒസ്താന്റെ മുമ്പിൽ വെച്ചു കൊടുക്കണം. എവിടെ ഏത് സുന്നത്താണുള്ളത്? എന്റെ മകന്റെ കല്യാണം നടന്നപ്പോ പിന്നെ ഒരു പെങ്ങളെ വീട്ടിൽ കല്യാണത്തിന് പറയാൻ വേണ്ടി പോയപ്പോ അപ്പുറത്തുണ്ട് പെണ്ണ് എന്ന് പറഞ്ഞ്, നിങ്ങളിപ്പോ പിന്നെ പെങ്ങളോടല്ല ആദ്യം കല്യാണം പറഞ്ഞ്, നിങ്ങളിന്റെ അങ്ങനെ ആദ്യം ഇവിടെ തുടങ്ങണ്ടേ, അങ്ങനെ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാനും ഓൻ ഓതി കിതാബിലൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിടത്തോളം ഓന്റെ ഉസ്താദിനോട് ആദ്യം പറയാന്ന് ഞാൻ മനസ്സിലാക്കി. AP ഉസ്താദിന്റെ അടുത്ത് പോയി പറഞ്ഞാണ്ട് വരികയാണ് പെങ്ങള്. സൗകര്യം വന്നാൽ മതിയായിരുന്നു, സൗകര്യം വന്നാൽ മതിയായിരുന്നു. ആ പെണ്ണ് ഒരു പെണ്ണാണ്, ഇവരാ മസല പറയണേ. ആ പെണ്ണ് പറയാണ്, പെങ്ങളോടല്ല ആദ്യം പറയേണ്ടത്, പറയാതെ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. പെങ്ങളെ കേക്ക പറയണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ഓതി കിതാബില്, ഓൻ ഓതി കിതാബിലും കണ്ടിട്ടില്ല, ഞാൻ ഓതി കിതാബിലും കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഓനെ പഠിപ്പിച്ച ഒരു സ്ഥാനത്തെത്തിച്ച ഉസ്താദ് AP ഉസ്താദാണ്. ഉസ്താദിന്റെ അടുത്ത് പോയി പറഞ്ഞു വരികയാണ്, സൗകര്യം വന്നോളിയാണ്. ഇങ്ങനെ പറയാൻ കഴിയണം നമുക്ക്. ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ സംഗതി വൃത്തിയാവും. അപ്പൊ പെങ്ങള് മുടി കളയാൻ പെങ്ങൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഒസാത്തിയാണ് തിരക്കില്ല, ഒസാത്തിയാണ് തിരക്കില്ല. ഒരു ആണ് മനുഷ്യൻ വന്നിട്ട് ഇതിങ്ങനെ കളയാൻ, എത്ര ഒരു കുട്ടീനെ നമ്മളുടെ കളയാൻ പെട്ടെന്ന് കളയാൻ കഴിയൂലല്ലോ, വളരെ ശ്രദ്ധിച്ച് കളയാം. ചിലപ്പോ 1 മണിക്കൂർ സമയം പിടിക്കും, അരമണിക്കൂർ എന്തായാലും പിടിക്കും. ആ സമയം ഈ ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് നമ്മൾ വീട്ടിൽ നമ്മളൊക്കെ സപ്പോർട്ടാണ്, നമുക്കാർക്കും എതിർപ്പില്ല. അത് വേണ്ട, അത് ഓനല്ലേ ഞാൻ പിടിച്ചെടുത്തോളാം എന്ന് ഭർത്താവ് പറയുന്നില്ല, ഈ കുട്ടിന്റെ വാപ്പ പറയുന്നില്ല, കുട്ടീന്റെ വല്യാപ്പ പറയുന്നില്ല. ആ ഒരു തെറ്റ് നമ്മൾ മൗനം സമ്മതമായി അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഇതൊരു ഉദാഹരണം. അതുപോലെ കല്യാണത്തിന്
നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ കണ്ടവരും അനുഭവിച്ചവരുമാണ് നിങ്ങൾ. എന്റെ മകളെ കല്യാണം നടക്കുമ്പോൾ അവളെ കൂടെ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വന്ന് റൂമിലേക്ക് കയറി ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. എത്ര ഹറാം. വിവാഹം കഴിക്കൽ സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. ആ സുന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഈ ഹറാം മോനെ വേണ്ട എന്ന് പറയാൻ ബാപ്പയായ എനിക്ക് കഴിയണം, ഉമ്മയായ എന്റെ ഭാര്യയ്ക്ക് കഴിയണം. അപ്പൊ അത് വേണ്ട, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തടുത്തു നിർത്താൻ കഴിയണം. അങ്ങനെ തടുത്തു നിർത്തിയെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഉമ്മ ഉത്തരവാദിയാണ്, ബാപ്പയും ഉത്തരവാദിയാണ്. കുടുംബ സംഗമം നടക്കുമ്പോൾ ഒരു കുടുംബ സംഗമത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി, കുടുംബ സംഗമം പ്രസംഗിക്കാൻ വേണ്ടി ഇപ്പൊ മുന്നിൽ പോലും മറല്ല. ആരും ഞാൻ പ്രസംഗിക്കണോടത്ത് എന്റെ മുന്നിൽ മറല്ല. ഞാൻ പറഞ്ഞു പ്രസംഗിക്കണ മറ കെട്ടിയേ പറ്റും. പിന്നെ വിഷയം അതായി. കുടുംബ സംഗമത്തിന് മാത്രമല്ലാറുള്ളത് ഈ മുഹറമാത്തും നസബും തൊക്കോടാണ് പറഞ്ഞു. അവന് ഒരു മറ ഒരപ്പുറത്തും വെച്ച് കാരണം മൊത്തം കാണാന്നുകൊണ്ട് കോലത്തിലാപ്പുള്ളത്. ഏത് നടത്തുകയാണെങ്കിലും നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട്, എന്റെ ഉമ്മമാരോട് കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ഇന്നിപ്പോ ബസ്സിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ ഒരാള് പേടി ഉണ്ടാവണം, പറയാതെക്കാനും കണ്ടലി രണ്ടാമത്തെ സഫിലിക്കാൻ തന്നെ ഇപ്പൊ ബേജാറാണ്. രണ്ടാമത്തെ സഫിൽ എന്നാൽ ഒന്നാമത്തെ സഫിലുള്ളതിന്റെ താറാറ് നിസ്കാരം കഴിഞ്ഞിട്ട് പറയേണ്ടി വരും. നമ്മൾ കടത്തായ സലാം വിട്ടും മറ്റാൾ നീച്ചോയിട്ടുണ്ടാവും. മുന്നിൽ നിന്ന ആള് ഓന്റെ വിരൽ ചിലപ്പോ ഇങ്ങനെ വെക്കും. അത് നമ്മൾ പറഞ്ഞ നമ്മൾ ഇത് കഴിയുമ്പോൾ ഓനും പിന്നെ ഏതാന്ന് അറിയില്ല, ഏതോ നാട്ടുകാരേക്കും. നമ്മൾ പറയൽ കണ്ടോൽക്ക് നിർബന്ധമല്ലേ, കണ്ടോല് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഒരാൾ കേറിയപ്പോ തുണിയുടെ മടക്കുത്തിന്ന് എന്നിട്ട് കേറി മുന്നിലെ ഇതിലൂടെ കുത്തിയപ്പോ ട്രൗസറിന്റെ ഇത് പിടിച്ചിട്ടുണ്ടല്ലോ, പിടിച്ചിട്ടുണ്ടോ അത് ഫുള്ള് പുറത്തായി. ഞാൻ ഇങ്ങനെ പറയും വേണം ഇയാൾ എന്താ സാധനം. ഏതായാലും കുറെ കഴിഞ്ഞാൽ മൂപ്പര് ഒക്കെ പറഞ്ഞ അപ്പൊ മൂപ്പര് കോളേജില് അവിടെ ഈ സേവനം ചെയ്യുന്ന ആളാണ്. നല്ല പരിപാടി, നല്ല ആരോഗ്യമുള്ളതാണ്, നല്ല ചെറുപ്പക്കാരൻ്റെ മാതിരിയാണ്. 6 മക്കളുള്ള പെൺകുട്ടികളൊക്കെ സംഗതി ഒക്കെ അല്ല പ്രായത്താണ്. ഞാൻ പറഞ്ഞു ഇതുണ്ടല്ലോ, ഇത് ഇപ്പൊ തൊടലേം കയറാൻ ഇപ്പുറത്ത് പിടിച്ചാണ്ട് ഇതിങ്ങനെ ഒന്നാണ് നീട്ടിട്ടാല് നിങ്ങളെ കേറിയപ്പോ മുന്നിലൊക്കെ പെണ്ണുങ്ങളുള്ളത് ഇതെന്ത് ചെയ്യും? അതിട്ടതുകൊണ്ട് മറ്റാള് പുറത്തായില്ല, അല്ലെങ്കിൽ ഫുള്ള് പുറത്താവും. ഇതിന്റെ ഇടയിലുള്ളത് മറക്കൽ നിർബന്ധമല്ലേ? ഇതിന്റെ ഇടയിലുള്ളത് നമ്മളൊക്കെ മറക്കണം. ഒരു വലിയ മുണ്ട്, ജോലിക്ക് പോണോല് പാടത്ത് പണിക്കോണോലൊക്കെ ഒരു വലിയ മുണ്ട് വാങ്ങിയാൽ മതി. ആ വലിയ മുണ്ട് വാങ്ങിയാല് താഴെ വരെ ഇപ്പൊ ബർമുട എന്ന് പറഞ്ഞൊരു മുട ഉണ്ട്. ആ മുട എടുത്തുകൊണ്ട് പോകുന്ന കുട്ടിയെ കളിച്ചാലും സുഖമാണ്. കുട്ടിയെ കളിക്കാൻ അവർത്ത് മറയും. അതിന്റെ ഉണ്ടാവും. ഹജുമുൽ എന്ന് പറഞ്ഞാല് ആ കാലിന്റെ വണ്ണും വലിപ്പമൊക്കെ പുറത്തു കാണും. എന്നാലും ഈ ഹറാമെന്ന് കഴിച്ചില്ലോ. ഹജമുൽ കാലിന്റെ വണ്ണവും വലുപ്പമൊക്കെ പുറത്താവുന്ന വസ്ത്രം ധരിക്കൽ കറാഹത്താണ്, പാടില്ല. എന്നാൽ മറ്റേ ഹറാമാണ് ഏത്? അവർത്ത് ഒളിവാക്കി. ഇപ്പൊ മറ്റു കളിക്കാൻ നമ്മളെ കുട്ടികൾ പോണത് ഏത്? ഇത് ഉടുത്താണ്ട്. എന്നാലും നാട്ടിൽ നിന്ന് ഒരുത്തനെ കണ്ട് ഓനോട് വിളിച്ച് സ്വകാര്യത്തിൽ പറഞ്ഞു നമ്മൾ ഇത് പറയാനേ നേരമുള്ളൂ, പറയാനേ അതേ ചെയ്യുള്ളൂ. ബാപ്പ പറയേണ്ടത് ഈ അറിയില്ല, ബാപ്പ പറയില്ല, ഉമ്മ പറയണ്ടോ? ഇവരെല്ലാം വാങ്ങി കൊടുക്കുന്നത് പടച്ചോടെടുത്ത് ഇങ്ങനെ കഴിച്ചു തരിക. എങ്ങനെ രക്ഷപ്പെടുക? ഇത് പറയാൻ നമ്മൾ ആരും മുന്നോട്ട് വരില്ല. അതുകൊണ്ട് എന്റെ പിതാക്കന്മാരോട്, എന്റെ കൂട്ടുകാരോട്, എന്റെ സഹോദരിമാരോട് നാം പറയേണ്ട രൂപത്തിൽ, നേരത്തെ ആ സാറ് പറഞ്ഞതുപോലെ പറയേണ്ട രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓലുമാണെ രക്ഷപ്പെട്ടാൽ മതി. ഓല് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞതിന്റെ കൂലി നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ കുടുംബ സംഗമത്തിലും കൂടുന്ന എല്ലാ വേദിയിലും കളിഗ്രൗണ്ടില് ബർമുടട്ട് വെച്ചോട്ടെ, മരിവ് വാങ്ങിക്കൊടുക്കണേ മുമ്പ് നിർത്തിക്കോട്ടെ. ആരാ പൈന എതിർപ്പുള്ളത്? ആരും എതിർപ്പില്ലല്ലോ. ആരും ഇത് നല്ലതാണ്. പക്ഷേ ഇതിട്ടാവുമ്പോ ഹറാമല്ലേ? ഹറാമ് കാണിച്ചു കൊടുക്കുന്നു, ഹറാമിന്റെ തൊടല് വരുന്നു. ഈ ഒരു കളിന്റെ ഇടയിൽ എത്ര ഹറാം നടക്കുന്നു. അങ്ങനെ കുടുംബ സംഗമത്തിലും കല്യാണ വേദിയിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ സ്വന്തം വിലയിരുത്തുക. എന്റെ വീട്ടിലെ കല്യാണം എങ്ങനെയാണ്? നിസ്കരിക്കാൻ സൗകര്യം ചെയ്യലുണ്ട് നമ്മളെ വീട്ടില്? നമ്മൾ എത്ര ലക്ഷം ഉറുപ്പ്യന്റെ കല്യാണം നമ്മൾ നടത്താറുള്ളത്? ഇപ്പോ 10 പവൻ വാങ്ങണമെങ്കിൽ 7 ലക്ഷം ഉറുപ്പ്യ ആ പൊന്നിന് കൊടുക്കണം. പണി തീരുമ്പോഴത്തേനും 10 ലക്ഷം ഉറുപ്പ്യ ആവും. 10 പവന് കല്യാണത്തിനോ ഒരു 2 ലക്ഷം രൂപ കല്യാണ ചെലവും. ഇതൊക്കെ ചെലവാക്കിയിട്ട് അപ്പുറത്തൊരു റൂം, നിസ്കരിക്കാനുള്ള ഒരു ചെറിയൊരു സൗകര്യം, ഒരു 2-3 നിസ്കാര കുപ്പായം വാങ്ങി അവിടെ ഇട്ടാല് അവിടെ ഉണ്ട്, വാങ്ങി അവിടെ വെച്ചാൽ മതി. നിസ്കരിക്കാനുള്ള ഒരു പെണ്ണുങ്ങൾ അനൗൺസ് ചെയ്യുക, നിസ്കരിക്കാൻ സൗകര്യം അവിടെ ഉണ്ട്, സമയവും പോയി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ അതൊരു സൗകര്യമാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്യൂല. അതേ സമയത്ത് ഒന്നിച്ച് ഭക്ഷണം കൊടുക്കുക. ചില കല്യാണത്തിന് പോയാൽ മനുഷ്യൻ ഭക്ഷണമായി പോവുക.
വർഷമായി പോവുക. നമ്മൾ ഈ തലയെ കെട്ടുന്ന മുമ്പൊക്കെ പെണ്ണുങ്ങളൊന്ന് മാറി തരുന്നു, ഇപ്പൊ മാറി തരൂല. നാളെ ഒരു കല്യാണത്തിന് പോയിട്ട് വാശി പിടിച്ചൊരു പെണ്ണ് നമ്മളൊപ്പം ഇരുന്ന് നമ്മൾ പിന്നെ അവിടെ നീച്ചാൻ പോയി കുടുങ്ങി പെട്ടെന്ന് എഴുന്നേറ്റ് പോരേണ്ടി വന്നു. അപ്പൊ വാശി പിടിച്ചിട്ട് ഇരിക്കണ പോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾക്ക് ഭക്ഷണത്തിന് ഹാള്, ആണുങ്ങൾക്ക് ഒരു ഭക്ഷണത്തിന് ഹാള്. ആ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതിന് പ്രത്യേക ടീമുണ്ട്. ഞാൻ വിളിച്ചു, കുന്നുംപുറത്തുനിന്ന് എനിക്ക് കിട്ടിയത്. അവർ ഭക്ഷണമൊക്കെ സുഖമായിട്ട് കൊടുത്തു. എന്ത് റാഹത്ത്! ഓൽക്കൊരു 100, 10, 200, 500 കൊടുക്കേണ്ടി വരും. ഈ ചെലവൊക്കെ ആണ് കൂട്ടത്തിൽ. അതുകൂടി ചെലവാക്കിയാൽ നമുക്ക് റാഹത്തല്ലേ? ഹറാമെന്ന് കഴിവിന്റെ പൗരം നമ്മൾ എന്ത് ചെയ്യാ? നമ്മളോട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്താൽ പടച്ച റബ്ബിന്റെ കോടതി ഞാനത് ചെയ്തീണല്ലോ എന്ന് പറയാലോ. ഞാനത് ചെയ്തീണ് പഠിച്ചോനെ, ഇന്ന നിലക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യാതെ ഒറ്റ ഹാള്, എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ നടുവിലുള്ള വിധി അത് നമ്മളാട് മാറ്റിവെക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ ഹറാമ് ചെയ്താൽ അതിനുള്ള കുറ്റം നമുക്ക് പേറേണ്ടി വരും എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഈ നിലക്കുള്ള ഈ ഒരു വിഷയം, ആ വിഷയത്തെ ഓരോരുത്തരും ഗൗനിച്ച് ശ്രദ്ധിച്ച് അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? പറയാനേ നമുക്ക് നേരെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാള് എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞ മുമ്പ് ഒരു താത്തിയിലട്ടോ, ഞാൻ ആദ്യം പേര് വെച്ചില്ലേന്, പിന്നെ ആദ്യം പേര് വെച്ചിട്ടില്ലേ, പിന്നെ ഇത് താത്തിടാതായപ്പോ എനിക്ക് പേടിയായി. ഇത് സാധനം മറ്റതാണോ? പേര് വെച്ചു നല്ല പേരാണ്, അലിയു നബി ത്വാലിബ് തങ്ങളുടെ പേരാണ്. കേട്ടത് ഒന്നും റാഹത്തായി, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതൊരു സ്ഥിരമായി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കടുത്ത ഹറാമല്ലേ, ആ ഹറാമോടുകൂടി നമ്മൾ മരിച്ചാരെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ താത്തിട്ട് പോർമ സലാം പറഞ്ഞ് ദോരക്കാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ പോർമ കിട്ടിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പറയാൻ ഒരുങ്ങാണെങ്കിൽ പറയാനേ ഉള്ളൂ. പറയണ്ടെന്ന് വിചാരിച്ചാൽ ഒന്നും പറയണമെന്ന് നമുക്കും ചെയ്യാം. അത് ഓനും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ രക്ഷപ്പെടൂല. നമ്മൾ മനസ്സിലാക്കിയ സത്യം കഴിവിന്റെ പരമാവധി പറയാൻ പറ്റുന്നിടത്തൊക്കെ പറയണം. ഇത് പറഞ്ഞുകൊണ്ടാണ് 100,000-ൽ പരം വരുന്ന അമ്പിയാക്കൾ വന്ന് അത് പറയാൻ വേണ്ടി മാത്രമാണ്. 100,000-ൽ പരം അമ്പിയാക്കളെ അയച്ചത് ഈ ദഅവത്തിനാണ്, ഈ പ്രബോധനത്തിനാണ്. പ്രബോധന മൈക്കോ കെട്ടി വലിയൊരു വയല് പറയാന്നുള്ളതല്ല. നമ്മൾ കണ്ട ഒരു നന്മ അത് ഉപദേശിക്കുക, അത് ഉപദേശിക്കേണ്ട രൂപത്തിൽ പരസ്യമായി പറയാൻ പറ്റൂല. സ്വകാര്യ വിളിച്ച് പറയേണ്ടവർ അങ്ങനെ പറയാ, മൊത്തത്തിൽ പറയേണ്ടത് മൊത്തത്തിൽ പറയാ. ആ നിലക്ക് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഹൈർ അവൻ ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ ആ നിലക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് 100,000-ൽ പരം വരുന്ന അമ്പിയാക്കൾ അല്ലാഹു അയച്ചത്. ആ കൂട്ടത്തിൽ എങ്ങനെ പ്രബോധനം നടത്തണം? ഹിക്മത്ത് കൊണ്ടും മൗഇദത്ത് കൊണ്ടും നല്ല ഉപദേശം, ദേഷ്യം പിടിക്കാതെ, നല്ല പരുഷമായ സ്വഭാവത്തിലല്ലാതെ മയമായ ലോലമായ നിലക്ക് അവരോട് ഖൗലൻ ലയ്യിനൻ. ഫിർഔനിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിച്ച പറഞ്ഞെന്താണ്? ഖൗലൻ ലയ്യിനൻ. ആര് പറഞ്ഞു കേൾക്കാത്ത, അതേ പോയി പറയണം, പറഞ്ഞ കൂലി ഇങ്ങ് കിട്ടും. ഫിർഔന്റെ അടുത്തും പോയി പറഞ്ഞില്ലേ? പറഞ്ഞു. ഓ നന്നായോ? നന്നായില്ല. നല്ല നിലക്ക് ഉപദേശിക്കുക. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ $950 പ്രബോധനം നടത്തിയ ഒരു വലിയ നേതാവാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 950 എന്നിട്ട് സൂറത്ത് നൂഹിൽ ആ മൂപ്പരെ നൂഹ് നബിനെ സംബന്ധിച്ച് തന്നെ ഒരുപാട് സംഭവം പറയുന്നുണ്ട്. ഒറ്റ സംഭവം പറയുന്നു, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറൻ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ രാവും പകലും ഞാൻ ക്ഷണിച്ചു, പക്ഷെ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്റെ ക്ഷണം അവര് എന്നെ കാണുമ്പോൾ ഓടുക എന്നുള്ളതല്ലാതെ എന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. 950 പ്രബോധനം നടത്തി, രാവും പകലും. പിന്നെ ആയത്തിൽ കാണാം രഹസ്യമായും പരസ്യമായും നടത്തി, സ്വകാര്യത്തിലും നടത്തി, പരസ്യമായും നടത്തി, രാത്രിയും നടത്തി, പകലും നടത്തി. ഇങ്ങനെയൊക്കെ 950 പ്രബോധനം നടത്തിയിട്ട് മൂപ്പർക്ക് ആകെ കിട്ടിയത് ഒരു തോണിയിൽ, ഒരു ബോട്ടിൽ കയറാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ആളുകൾ, ഒരു 10-50 താഴെ ആളുകളെ മാത്രമാണ് കിട്ടിയത്. നിരാശപ്പെട്ടോ? നിരാശപ്പെട്ടില്ല. നമ്മൾ കണ്ടു മനസ്സിലാക്കിയ ഒരു തെറ്റ് അത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞു, അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അൽഹംദുലില്ലാ, നമ്മക്ക് പറഞ്ഞുള്ള കൂലി കിട്ടും.
ആ ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓനെ കൊച്ചാക്കാനല്ല, ഓനെ മോശാക്കാനല്ല, ഓ മോശപ്പെട്ടവനാണ് പറയാനല്ല, അവനോട് തോളിൽ കൈ വെച്ചുകൊണ്ട് ഈ ഒരു സംഭവം ശരിയായില്ലല്ലോ, ഈ നിസ്കാരത്തിൽ കാല് വെച്ചത് ശരിയായില്ല, അങ്ങനെ എന്താണോ ഓന്റെ അടുത്ത് വന്ന തകരാറ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കാണണം. സമയം കാണാഞ്ഞാൽ പടച്ചറബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മളെ മക്കള് പിന്നെ ശറഈന് വിരുദ്ധമായ വസ്ത്രം ധരിച്ച് ഇറങ്ങുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്നത് നമ്മളാണ്. കൂടി ശ്രദ്ധിക്കണം. ഇറങ്ങുമ്പോ അത് പാടില്ല എന്ന് പറയാൻ ബാപ്പ അവിടെ ഉണ്ടെങ്കിൽ ബാപ്പ പറയണം, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ പറയണം, അത് അവർ തടയണം. അങ്ങനെ ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി നാം അത് ചെയ്യണം. അതോടുകൂടെ ബിദ്അത്തിന്റെ കടന്നുകയറ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല നിലക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ബിദ്അത്ത് കടന്നു വരികയാണ്. ബിദ്അത്ത് കടന്നു വരുന്നു, ഒരു വിഷയമല്ലാതെ ആകുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച ആ കാലത്ത് വെറും ബിദ്അത്തിനെ തടയിടാൻ വേണ്ടി മാത്രമാണ് അത് രൂപീകരിച്ചതെന്ന് അതിന്റെ നിയമാവലി നമുക്ക് നോക്കിയാൽ കാണും. അന്ന് തുടങ്ങിയ ആ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചുരുക്കി പറയുന്നു, നിങ്ങൾക്കറിയുമോ 1980-കളിൽ
നമ്മളെ പ്രധാനപ്പെട്ട ക്ലാസ് ഇൻഷാ അല്ലാഹ് നഈം ഉസ്താദ് എടുക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ നിർത്തിയാണ്. 80കളിൽ ബിദഈ കടന്നുകയറ്റം വർദ്ധിച്ച സമയത്തുണ്ടായ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയും. 1989 മെയ് 1 കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ, അബ്ദുകുറ്റിമൂച്ചി, കിടങ്ങാൻ കുട്ടിക്ക, കല്ലാംകുഴി, കുഞ്ഞിഹംസ, ഇങ്ങനെ തുടങ്ങി 7 ആളുകൾ കൊല്ലപ്പെട്ടത് സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ആ സമയത്താണ് നമ്മുടെ ഈ സ്ഥാപനം 85-ന് ശേഷം, ഇപ്പോ ഞാനിങ്ങനെ ഒന്ന് നോക്കിയപ്പോ ഈ പരിസര പ്രദേശങ്ങളൊന്നും സെക്കൻഡറി മദ്രസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ആലിക്കുട്ടിയാക്കന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കാരണന്മാർ കൂടി വാടക പീടിയന്റെ മുകളിൽ തുടങ്ങി അതിൽ പഠിച്ച ഒരുപാട് സഖാഫിമാരും അഹ്സനിമാരും ഇപ്പോൾ വാഴക്കാട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ വലിയ ഖൈർ നൽകുമാറാവട്ടെ. ഇത് തുടങ്ങി വെച്ചവർക്ക് അവർ ചെയ്യുന്ന സേവനങ്ങളിലൊക്കെ പ്രവർത്തനം കിട്ടും, ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു അത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പൊ അന്ന് തുടങ്ങി വെച്ച ആ ഒരു പ്രവർത്തനമാണ് ഇത്. അതിനുശേഷം പള്ളി വന്നു, ജുമുഅ തുടങ്ങി, ഒരു മഹല്ലായി നാം രൂപാന്തരപ്പെട്ടു. ഈ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ISP മഹല്ല്, സുന്നി മഹല്ല് ജമാഅത്ത്, അത് കെട്ടുറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, അന്ന് 80കളിൽ നടന്ന അതേ വിഷയം ഇന്ന് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മൾ കക്ഷി എന്നില്ല, ഞാൻ അതിനെ പറ്റിയൊന്നും പറയണില്ല. നമ്മളെ നേതാക്കന്മാർ ആരും ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല, ഇതിനോട് യോജിപ്പില്ല. അതേ സമയത്ത് ആ ഒരു വിഷയത്തിൽ ഇന്ന് പലതും നടക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അന്ന് 7 ആളുകൾ കൊല ചെയ്യപ്പെട്ടത് ഈ സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കൊലപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നാൽ ഫജസാഉഹു ജഹന്നം എന്ന് ഖുർആൻ പറഞ്ഞത് കാണാം. അള്ളാഹു അവർക്കൊക്കെ രക്തസാക്ഷികൾ പവർ നൽകുമാറാവട്ടെ. അപ്പൊ ആ നിലക്ക് കെട്ടിപ്പടുത്തുണ്ടാക്കിയ നമ്മുടെ ഈ മഹല്ല് എന്ന് പറഞ്ഞാൽ, ഈ മഹല്ല് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഈ മഹല്ല് നാം സ്ഥാപിച്ചതാണ്. ഇത് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മുടെ എല്ലാ വിഷയങ്ങളും ഈ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടക്കണം. നമ്മുടെ മക്കളുടെ നിക്കാഹ് അത് ഇവിടെ നടക്കണം. അതുപോലെ കല്യാണങ്ങൾ, മറ്റു നിശ്ചയങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ പരിപാടിയുണ്ട്, ആ പരിപാടി ഇവിടെയുള്ള കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച്, ഇവിടെയുള്ള ഉസ്താദുമാരുമായി കൂടിയാലോചിച്ച് കൊണ്ടുപോകുന്നൊരു അവസ്ഥയിൽ നമ്മൾ ഒന്നുകൂടി ശക്തിപ്പെടണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഒന്നുകൂടി നമ്മുടെ ആദർശം 110% ക്ലിയർ ആണ് എന്ന് തെളിയിക്കപ്പെട്ടൊരു സമയം കൂടിയാണിത്. കാരണം മറുഭാഗത്ത് ആ നിലക്കൊക്കെ നടക്കുന്നു, അത് നമ്മൾ കക്ഷി ചേരുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് 989കളിൽ നടന്നതൊക്കെ പൂർണ്ണമായും സത്യമായിരുന്നു. നമ്മുടെ ഉസ്താദുമാർ താജുൽ ഉലമ അടക്കം അവിടുത്തെ ദറജേറ്റി കൊടുക്കുമാറാവട്ടെ. നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അവരൊക്കെ മരണപ്പെട്ടു, അവർക്കൊക്കെ അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇന്ന് ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് ഈ അവസാന സമയം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മഹല്ല് ഞാൻ മിമ്പറിൽ കയറിയാൽ, ഇപ്പോ ജുമുഅ തുടങ്ങി ഒരു 2-3 മാസം ആണ് നമ്മളെ ഒരു സഖാഫിയുടെ ഖത്തീബായി, അതിന് ശേഷം വർഷങ്ങളായി ഇവിടെ ഞാൻ ഖത്തീബായി സേവനം ചെയ്യുന്നു. മിമ്പറിൽ കയറിയാൽ ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കുമ്പോ, നിങ്ങളെ കാണാതാവുമ്പോ എന്ത് പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പോകുമ്പോ ഇങ്ങനെ ആലോചിക്കും, ഇവിടെ പോയി എന്താ കാണുന്നില്ലല്ലോ. കാണുമ്പോ നമുക്കൊരു മനസ്സിൽ സമാധാനമാണ്. അപ്പൊ ആ ഒരു സമാധാനം കിട്ടാൻ ഇനി ഞാനല്ല വേറെ ആള് വരുമ്പോഴും നാം നമ്മുടെ മഹല്ല് എന്ന നിലക്ക് ആ ഒരു ഉറച്ച നിലക്ക് മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നല്ല കെട്ടുറപ്പോടുകൂടി നമ്മുടെ മഹല്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ മക്കളെ കഴിവിന്റെ പരമാവധി നമ്മുടെ മദ്രസയിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇംഗ്ലീഷ് നഴ്സറിയിൽ ചേർക്കുന്നുവെങ്കിൽ ജലാലിയിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ജമാഅത്തിൽ കയറുമ്പോൾ എവിടെയാണോ നമ്മൾ അവിടെയുള്ള സുന്നി ജമാ പള്ളി നമ്മൾ കയറും, അങ്ങാടിയിലുണ്ടെങ്കിൽ അത് എന്റെ പള്ളിയിൽ തന്നെ ആവട്ടെ
എന്നാവുമ്പോഴാണ് ഇവിടുത്തെ ജമാഅത്ത് വിപുലപ്പെടുക. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്ന് മനസ്സിലാക്കി ജമാഅത്ത് നമ്മുടെ പള്ളിയിലേക്ക് തന്നെ എത്തി. ജുമുഅക്ക് നമ്മുടെ പള്ളിയിലേക്ക് എത്തി. ഇവിടെ നടക്കുന്ന ബദർ സ്മൃതിയും അതുപോലെ തുടങ്ങിയ ഒരുപാട് പരിപാടികൾ, ആ പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമായി കാരണവന്മാരും എല്ലാവരും മുമ്പിൽ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഈ വിഷയത്തിന് വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ.